of God. Glory be to God's holy name. നമ്മുടെ മുമ്പിൽ കുറച്ച് സമയമുള്ളൂ. Amen. Praise God. Hallelujah. Please turn with me to ദിനവൃത്താന്തം 21 അധ്യായം അതിൻ്റെ 13 വാക്യം വായിക്കാം. 1 Chronicles chapter 21 verse 13. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ വീണ്ടും സതിയിൽ വരുന്നു. ഹല്ലേലൂയ. കർത്താവ് വായിക്കപ്പെട്ട വചനത്തെ ഹല്ലേലൂയ അനുഗ്രഹിച്ച് നൊരുക്കി പകർന്നളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ധാരാളമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൈകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വ്യക്തമായ ഒരു വ്യാപാരം ഞങ്ങളെല്ലാവരും ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ധാരാളമായി അനുഭവിപ്പാൻ ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് റൂത്തിനോട് ബോവാസ് ഹല്ലേലൂയ പറഞ്ഞ ഒരു വാക്കുമുണ്ട്, ഹാൻഡ് ഫുൾ ഓഫ് പേർപ്പസ് എന്നുള്ള വാക്കുണ്ട്. അതുപോലെ ഹാൻഡ് ഫുൾ ഓഫ് പേർപ്പസ് ദൈവമോട് ധാരാളമായി ഞങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം സ്വാതന്ത്ര്യത്തോടെ പ്രസംഗിക്കാൻ കാരണം ഹല്ലേലൂയ ഇവിടുത്തെ വർഷിപ്പാണ്. പ്രൈസ് ഗോഡ്. വർഷിപ്പ് ടീമിലെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് വർഷിപ്പ് നടന്നുകൊണ്ടിരുന്ന മതിയായിരുന്നു. ഹല്ലേലൂയ. ഇടയ്ക്ക് ഈ ബൈബിൾ റീഡിങ് മെസ്സേജ് വേണ്ടാമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ഫീലിംഗ് തോന്നലുണ്ടായി. ഹല്ലേലൂയ. താങ്ക് യു. I thank God for the worship team. Hallelujah. Praise the Lord. And the anointed songs they sang. Amen. Praise the Lord. Hallelujah. Glory be to God's holy name. ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ നിന്ന് ന്യായവിധി വെളിപ്പെടും എന്നുള്ള ആ വചനം ഇവിടെ നിന്നാണ് വന്നത്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു ഔട്ട്കമാണ് പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ആലയം പണിയപ്പെട്ടത് എന്ന് ഇവിടെ വായിക്കുന്നത്. പ്രൈസ് ഗോഡ്. തുടർച്ചയായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. ബത്ശേബാളോട് എന്ന് പാവം ചെയ്തുവോ ഹല്ലേലൂയ അന്ന് തൊട്ട് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഇടയ്ക്ക് വെച്ച് പ്രൈസ് ഗോഡ് അമ്നോൻ മരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രൈസ് ഗോഡ് നമ്മുടെ അഹിത്തോപ്പേൽ ഓടിപ്പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അഹിത്തോപ്പേൽ മടങ്ങി വന്ന് പ്രൈസ് ഗോഡ് അവൻ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. ദാവീദ് ഓടിപ്പോകുന്നു. അത് കഴിഞ്ഞ് അബ്സലോമിൻ്റെ മരണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. വചനം പറയുന്നത് സാത്താൻ എഴുന്നേറ്റ് നിന്ന് എന്ന് വായിക്കുന്നു. പ്രൈസ് ഗോഡ്. സാധാരണമായിട്ട് സാത്താൻ എഴുന്നേറ്റ് നിൽക്കാറില്ല. പ്രൈസ് ഗോഡ്. അവൻ്റെ വ്യാപാരം മുഴുവനും ഓട്ടമാണ്. പ്രൈസ് ഗോഡ്. ഭൂമി എവിടെയും ചുറ്റിലും ഓടാനുള്ളതാണ് അവൻ്റെ പരിപാടി. അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്തോ കാര്യം സംഭവിക്കുന്നു. ആ കാര്യത്തിന് ഇടം കൊടുത്ത ഒരു വ്യക്തിയാണ് ദാവീദ്. പ്രൈസ് ഗോഡ്. ദാവീദ് ദൈവത്തിൻ്റെ ജനത്തെ എണ്ണുവാൻ തീരുമാനിച്ച് അങ്ങനെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് എണ്ണിയപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെട്ടപ്പോൾ വായിക്കപ്പെട്ട വചനമാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു തർജിമയിൽ ഇങ്ങനെ പറയുന്നു, let him decide me to punish me. പ്രൈസ് ഗോഡ്. എന്നെ ദണ്ഡിക്കുവാൻ അവൻ തീരുമാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹിന്ദി ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ഹിന്ദിയിൽ വായിച്ചപ്പോൾ പ്രൈസ് ഗോഡ് ഹിന്ദി ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഒരു അബദ്ധം പറ്റിപ്പോയി. പ്രൈസ് ഗോഡ്. എനിക്കൊരു പാഠം പഠിക്കാനുണ്ട്. ആ പാഠം ഹല്ലേലൂയ പഠിക്കുന്നത് മനുഷ്യരുടെ കയ്യിലല്ല, പകരം ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ പാഠം പഠിക്കാൻ പോകുന്നത് എന്ന് ഹല്ലേലൂയ ഹിന്ദി ട്രാൻസ്ലേഷൻ പറയുന്നു. ഹല്ലേലൂയ.
T40 ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ദൈവം ഏറ്റവും ദയവുള്ള വ്യക്തിയായതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴാതിരിക്കട്ടെ. കാരണം മനുഷ്യർ യാരും ഹല്ലേലൂയ ദയവുള്ളവരല്ല. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, മേഴ്സിഫുൾ അല്ല. അവർ ദേശത്തിൽ ആമേൻ എല്ലാവരെയും കൊന്നുകളഞ്ഞ് ആരെയും മിച്ചം വയ്ക്കത്തില്ല. ദൈവത്തിന് ഹല്ലേലൂയ 70,000 പേരെ കൊന്നപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, മതി എന്ന് ദൂതനോട് പറയുവാനിടയായി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അന്ന് ദാവീദിന്റെ പ്രാർത്ഥന ആമേൻ, പ്രൈസ് ഗോഡ്, ഒരു നീണ്ട പ്രാർത്ഥനയല്ല, പക്ഷേ ഒരു ചുരുക്ക പ്രാർത്ഥനയാണ്. ഹൃദയത്തിൽ നിന്ന് ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നുറുങ്ങി ഹൃദയത്തിന് യഹോവ സമീപസ്ഥന് മാത്രം ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞാനല്ലോ ദൈവമേ പാപം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു ആമേൻ എന്ന് ചോദിച്ചപ്പോൾ ദൈവം ഹല്ലേലൂയ മനസ്സ് അലിവുള്ളവനായി, ഹല്ലേലൂയ ഏറ്റവും ദയവുള്ളവനായി, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൂതനോട് കൽപ്പിക്കുവാനിടയായി. അന്ന് ഹല്ലേലൂയ വാൾ നീട്ടപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരാലയം പണിയപ്പെടുവാനിടയായി. ഇന്ന് ഒരാലയം ഉണ്ട്. അവിടെയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 1000 വർഷ വാഴ്ച ആമേൻ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ആമേൻ, പ്രൈസ് ഗോഡ്, ഇതിൽ നിന്ന് പഠിക്കുവാൻ ഒരു കാരണമുണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്, നമ്മളുടെ ജീവിതത്തിൽ ആമേൻ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആമേൻ, പ്രൈസ് ഗോഡ്, അതിന് പരിഹാരം എത്തിക്കുവാൻ ഹല്ലേലൂയ മനുഷ്യരല്ല, പകരം ഹല്ലേലൂയ ദൈവം തന്നെയാണ്. ദൈവത്തിന് അതിന് പരിഹാരമുണ്ട്. അതിന് ദൈവം ഹല്ലേലൂയ തീരുമാനിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, എന്നെ ദണ്ഡിക്കുന്നു അല്ലെങ്കിൽ എന്നെ വെറുതെ വിടണം എന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. തെറ്റ് ഞാൻ ചെയ്തു പോയി, ആമേൻ, തെറ്റ് പരിഹാരം മനുഷ്യരല്ല, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രാർത്ഥിക്കുന്നവരല്ല, പ്രവചകന്മാരല്ല, പാസ്റ്റർ അല്ല, ദൈവസഭയല്ല, പകരം ദൈവമാണ്. ഹല്ലേലൂയ, എൻ്റെ പരിഹാരം ഞാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പക്കൽ പോകും. ഹല്ലേലൂയ, അവൻ എനിക്ക് പരിഹാരം വരുത്തും. അവൻ തീരുമാനം എടുക്കട്ടെ എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അവൻ തീരുമാനം എടുത്തത് ആമേൻ, പ്രൈസ് ഗോഡ്. ആദ്യമായിട്ട് യോഹന്നാന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വാക്യം. John chapter 18 verses 8 and 9. ആമേൻ. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ദൈവദാസൻ ഒരു TPM ചർച്ചിൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഒരു ചീഫ് പാസ്റ്റർ ഉണ്ടായിരുന്നു. 2 കണ്ണ് കാണാൻ പറ്റത്തില്ല പാസ്റ്റർ. ആമേൻ, കൂടെ പ്രവർത്തിക്കുന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ട്. അല്ല, ഒരു പാസ്റ്റർ ആമേൻ, പ്രൈസ് ഗോഡ്, പിന്മാറിപ്പോയി. ആമേൻ, പ്രൈസ് ഗോഡ്, സഭയെ വിട്ട് പോയപ്പോൾ അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വിഷയമാണ് ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എൻ്റെ ഹല്ലേലൂയ യേശു ക്രിസ്തു ആമേൻ കാൽവരി ക്രൂശിൽ ആമേൻ അറ്റ് ദ ക്രോസ് ആമേൻ, പ്രൈസ് ഗോഡ്, കാൽവരി ക്രൂശിൽ പോയപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, അവൻ ഒരു കാര്യം തീരുമാനിച്ചു, എന്നെ വെറുതെ വിട്ടയക്കണമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അകത്യങ്ങൾ ചെയ്തത് ഞാനാണ്, അത് അതിക്രമങ്ങൾ ചെയ്തത് ഞാനാണ്. പക്ഷേ ഹല്ലേലൂയ മുറിവുകൾ ഏറ്റത് യേശു ക്രിസ്തുവാണ്, തകർക്കപ്പെട്ടത് യേശുവാണ്. എനിക്ക് സമാധാനവും അവന് ശിക്ഷാവധിയും നൽകി. ആമേൻ, പ്രൈസ് ഗോഡ്. എന്തിനാ അറിയാമോ? വചനം പറയുന്നു, അവൻ അടിപ്പിണറുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഒരാത്മസൗഖ്യം എന്ന ജീവിതത്തിൽ നൽകുവാൻ ദൈവം തീരുമാനിച്ചു. കാൽവരി ക്രൂശിൽ വെച്ച് എന്നെ വെറുതെ വിട്ടയച്ച് ആമേൻ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പൊക്കോ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, വെറുതെ പൊക്കോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ എല്ലാം അവൻ ഏറ്റെടുത്ത് അവൻ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, എല്ലാം 7 അനുഗ്രഹങ്ങളാണ് ഞാൻ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഒന്ന്,
ആമേൻ പ്രൈസ് ഗോഡ് എഴുതിയെടുത്തു. ആമേൻ പ്രൈസ് ഗോഡ്. ഒന്ന് നിത്യജീവൻ. ആമേൻ പ്രൈസ് ഗോഡ് യേശു ക്രിസ്തു എനിക്ക് തിരികെ നൽകി. രണ്ടാമത്തേത് കൂട്ടായ്മ, ഫെലോഷിപ്പ്. ആമേൻ പ്രൈസ് ഗോഡ് യേശുവോടുള്ള വാസം. ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അതെനിക്ക് തിരികെ നൽകി. മൂന്നാമത്തേത് ഇമേജ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സായൽ. ഹല്ലേലൂയ സ്വരൂപം എനിക്ക് തിരികെ നൽകി. ആമേൻ പ്രൈസ് ഗോഡ്. നാലാമത്തേത് ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ തേജസ് എനിക്ക് തിരികെ നൽകി. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവമേ അങ്ങ് പിതാവേ എനിക്ക് അങ്ങ് എനിക്ക് തന്ന തേജസ്സിനെ ഞാൻ അവർക്ക് കൊടുത്തു. എന്തിനറിയാമോ? അവർ ഒന്നായിരിക്കുവാൻ വേണ്ടി. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവർക്ക് ഞാൻ എൻ്റെ തേജസ്സിനെ നൽകി. ഇപ്പോഴും നിങ്ങളുടെ മധ്യേ നമ്മുടെ മധ്യേ ആമേൻ പ്രൈസ് ഗോഡ് ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സാണ് നിങ്ങൾ എന്നെ ഒന്ന് നിർത്തുന്നത്. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. നാലാമത്തെ വിഷയം, അഞ്ചാമത്തെ കാര്യം ആമേൻ ഇമ്മോർട്ടാലിറ്റി. ഹല്ലേലൂയ ഒരിക്കലും മരിക്കത്തില്ല. ആമേൻ പ്രൈസ് ഗോഡ് അവനെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ഉയർക്കും. അവനെ വിശ്വസിക്കുന്നവർ മറിയാതെ ഇരിക്കും എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ അതുകൊണ്ട് ഒരു ഹല്ലേലൂയ ഒരു 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 ഇമ്മോർട്ടാലിറ്റി ദൈവം നൽകി. ആറാമത്തെ കാര്യം ഡൊമിനിയനാണ്, വാഴ്ച. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ എനിക്കൊരു വാഴ്ച ലഭിച്ചു. ആമേൻ പ്രൈസ് ഗോഡ് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ സ്വർഗമണ്ഡലങ്ങളിൽ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ഇരിക്കുന്ന വാഴ്ചകളും അന്ധകാര ലോകാധിപതികളും പ്രഭുക്കൾ അധികാരങ്ങളും ആമേൻ പ്രൈസ് ഗോഡ് എനിക്ക് അടങ്ങിയിരിക്കുന്നു, എനിക്ക് അനുസരിക്കുന്നു. ഹല്ലേലൂയ എന്തുകൊണ്ട് അറിയാമോ? യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, ജോൺസിനെയും അറിയാം. ആമേൻ പ്രൈസ് ഗോഡ് ജിബി ബ്രദറിനെയും അറിയാം, റോൺ ബ്രദറിനെയും അറിയാം, ബിനു ബ്രദറിനെയും അറിയാം, സഹോദരിമാരെ അറിയാം എന്ന് പറയുന്ന ഹല്ലേലൂയ ശത്രുക്കൾ അവിടെ ഉണ്ട്. അവിടെ ഹല്ലേലൂയ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന, നീതിമാന്മാരുടെ പ്രാർത്ഥന ഏറ്റവും വലുതായിരിക്കും. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഏഴാമത്തെ കാര്യം ഇൻഹെറിറ്റൻസ് ആണ്, ഓഹരിയാണ് ദൈവം നൽകിയത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എനിക്ക് ആമേൻ തുല്യമായ ഒരു ഓഹരി യേശു ക്രിസ്തുവിന് എനിക്കും ആമേൻ തുല്യമായ ഒരു ഓഹരി സ്വർഗത്തിൽ ഉണ്ട്. ഹല്ലേലൂയ ഈക്വൽ ഷെയറാണ്. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഞാൻ മിസ്സസ് ജീസസ് ആയപ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തു തീരുമാനിച്ചതാണ്. ഹല്ലേലൂയ എൻ്റെ ഓഹരിയിൽ പാതി കൊടുത്തേക്കണം. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അഹസ്വേർ രാജാവ് എസ്തറോട് ചോദിച്ചു, രാജ്യത്തിൽ പകുതിയോളം ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകാമെന്ന്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അവൾ പറഞ്ഞത് എൻ്റെ അപേക്ഷ എൻ്റെ ജനവും എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കളുടെ നാശമാണ്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഇപ്പോൾ ദൈവത്തിന് ജനം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി മധ്യസ്ഥത വഹിച്ചാൽ നമുക്ക് നൽകുന്ന ഓഹരിയാണ് ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവത്തിന് ആമേൻ പ്രൈസ് ഗോഡ് അവകാശങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ തലത്തൊട്ട് കാൽ വരെ യേശു ക്രിസ്തു മുറിവേൽപ്പിച്ച് മുറിവേറ്റ് പ്രൈസ് ഗോഡ് തകർക്കപ്പെട്ടത് കൊണ്ട് തലതൊട്ട് കാൽ വരെ രണ്ടായി ശരീരം കിഴിഞ്ഞു. തിരശ്ശീല രണ്ടായി കിഴിഞ്ഞത് അത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന് തുല്യമാണ് എന്ന് വായിക്കുവാൻ പ്രൈസ് ഗോഡ് ഇടവന്നു. പ്രൈസ് ഗോഡ് മുൾക്കിരീടം ചൂട്ടിയപ്പോൾ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ തല മുറിഞ്ഞു. കൈകൾ രണ്ടും കടവപ്പെട്ടപ്പോൾ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശരീരം രണ്ടായി മുറിഞ്ഞു. എൻ്റെ കാലുകൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ കാലുകൾ തകർക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ശരീരത്തിൻ്റെ മുഴുവൻ ശരീരവും രണ്ടായി പിരിഞ്ഞത്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. മഹാപരിശുദ്ധ സ്ഥലത്തിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടി. ഹല്ലേലൂയ ധൈര്യമായി ഹല്ലേലൂയ ദയ ലഭിച്ച് കൃപ പ്രാപിക്കുവാൻ പ്രൈസ് ഗോഡ് തൽസമയത്തുള്ള കൃപ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കി. Glory be to God's holy name. Hallelujah. Praise the Lord. ഇന്ന് ഹല്ലേലൂയ നിങ്ങളും ഞാനും മഹാപരിശുദ്ധ സ്ഥലത്തിലേക്ക് വെറുതെ പോയിരിക്കുകയല്ല, പകരം ഹല്ലേലൂയ നൃത്തം ചെയ്ത് പ്രൈസ് ഗോഡ് പാട്ടുപാടി ആരാധിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് നിങ്ങളും ഞാനും പ്രൈസ് ഗോഡ് 1 കൊരിന്ത്യർ ഹല്ലേലൂയ 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ് തോന്നുന്നു. പ്രൈസ് ഗോഡ് വചനം പറയുന്നു. ഹല്ലേലൂയ
നിങ്ങളും ഞാനും പുതിയ സൃഷ്ടികളായിരിക്കുന്നു. പഴയവയെല്ലാം കഴിഞ്ഞുപോയി. ആമേൻ, പ്രൈസ് ഗാഡ്. പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഒരു പുതുപ്പാട്ട് എൻ്റെ നാവിന്മേലുണ്ട്. ഹല്ലേലൂയ. എല്ലാ ദിവസവും പാടി ആമേൻ, പ്രൈസ് ഗാഡ്, ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ചാൾസ് വെസ്ലി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ആമേൻ, പ്രൈസ് ഗാഡ്, നമ്മുടെ ചലഞ്ചിന് വേണ്ടി പറയുക. ആമേൻ, പ്രൈസ് ഗാഡ്, 20,000 പാട്ട് എഴുതി, 20,000 പാട്ട് എഴുതി. അദ്ദേഹം ജീവിച്ച വർഷം, ആമേൻ, പ്രൈസ് ഗാഡ്, 75 വർഷമാണ്. ആമേൻ, പ്രൈസ് ഗാഡ്. കണക്കിട്ടോ ഹല്ലേലൂയ ഒരു ദിവസം എത്ര പാട്ട് എഴുതിന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും വർഷത്തിൽ ഒരു പാട്ടല്ല, ആമേൻ, പകരം ഹല്ലേലൂയ എല്ലാ വർഷവും, എല്ലാ ദിവസവും, എല്ലാ മാസവും, എല്ലാ ആഴ്ചയും ഹല്ലേലൂയ യേശുവിന് പുതുപ്പാട്ട് നൽകുവാൻ, ആമേൻ, രാഗങ്ങൾ, ആമേൻ, ഇന്നും സ്വർഗത്തിലുണ്ട്. ആമേൻ, വരികൾ ഇന്നും സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ദൈവത്തോട് ചോദിച്ചാൽ മതി, ആമേൻ, രാഗം തരും, ആമേൻ, രാഗം നൽകും, അതിൽ ലിറിക്സ് നൽകും. ആമേൻ, പുതിയ ലിറിക്സ് ഇതുവരെ JV പീറ്റർ, ആമേൻ, പ്രൈസ് ഗാഡ്, അതിശയിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ മഹത്വത്തിലേക്ക് പ്രവേശിച്ച പ്രിയ ദാസൻ പസമുട്ടം ഗി വർഗീസ് അതിശയിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു പുതിയ രാഗം സ്വർഗത്തിലുണ്ട്. ആ രാഗങ്ങളുണ്ട്. ആമേൻ, ചോദിക്കാതെ വെറുതെ ഇരിക്കുന്നത് ദൈവസഭയാണ്. ആമേൻ, പ്രൈസ് ഗാഡ്. ചോദിച്ച് ദൈവത്തോട് രാഗങ്ങൾ മേടിച്ച് ലിറിക്സ് മേടിച്ച് പാടുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി be to God's holy name. Hallelujah. കാൽവരി ക്രൂശിൽ എന്ന് യേശു ന്യായം വിധിച്ചത്, ആമേൻ, പ്രൈസ് ഗോഡ്, 7 കാര്യങ്ങളാണ്. 7 വിഷയങ്ങളെ ദൈവം ആമേൻ ന്യായം വിധിക്കുവാൻ ഇടയായി. 1 പാപം, 2 രോഗം, 3 ഭയം, 4 ലോകം, 5 മരണം, 6 നരകം, 7 പിശാച്. ഹല്ലേലൂയ. എല്ലാ 7 കാര്യങ്ങളിലും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ ജയിച്ചതുകൊണ്ട് നിങ്ങളും ഞാനും നൃത്തം ചെയ്യുവാൻ, ആത്മാവിൽ പാടുവാൻ, ഹല്ലേലൂയ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വീകരിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടവരാണ്. എങ്ങനെയുള്ള പാട്ടാണ് പാടാം? പാപത്തെയും രോഗത്തെയും ക്രൂശിൽ മേൽ താൻ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിൽ മേൽ വഹിച്ചു, കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശു രാജാ നാമത്തിന് ജയം ജയം എപ്പോഴും, യേശു രാജാ നാമത്തിന് ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ. സഭ ഒരുമിച്ച് പാടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? പിശാച്, ആമേൻ, പ്രൈസ് ഗാഡ്, നമുക്ക് എതിരായിട്ട്, ആമേൻ, പ്രൈസ് ഗാഡ്, ആയുധങ്ങൾ തീരുമാനിക്കാൻ ഹല്ലേലൂയ അവൻ കൈയെടുക്കുമ്പോൾ, ആമേൻ, പ്രൈസ് ഗാഡ്, കൺഫ്യൂസ്ഡ് ആയി പോവും. confused.com എന്ന് ഹല്ലേലൂയ പിശാചിന് പറയാം. ഹല്ലേലൂയ. നരകത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതാണ് ദൈവമക്കളുടെ പാട്ടിൻ്റെ ശക്തി. ഹല്ലേലൂയ, ആരാധനയുടെ ശക്തി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഗ്ലോറി ടു ഗാഡ്. ആദ്യമായിട്ട് അവൻ്റെ കാൽവരി ക്രൂശൽ. രണ്ടാമത്തത് പ്രൈസ് ഗാഡ്, അവൻ ഹല്ലേലൂയ മുന്തിരിത്തോട്ടത്തിൽ ഹല്ലേലൂയ വസിക്കുക, അബൈഡിങ് ഇൻ ദ വൈൻ. Amen. Praise God. Glory be to God's holy name. യോഹന്നാൻ 15-ാമത്തെ അധ്യായം അതിന് 5-ാമത്തെ വാക്യം. John chapter 15 verse 5. എന്നെ തിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. Praise be to God's holy name. ജോലി സ്ഥലത്തിലേക്ക് എത്തണമെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, കാർ ഓടിക്കുന്ന സഹോദരന്മാരല്ല തീരുമാനിക്കുന്നത്, പകരം സ്വർഗത്തിൽ ദൈവമാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ജോലി സ്ഥലത്തിലേക്ക് ഞാൻ എത്തണോ, ഇന്ന് മുഴുവനും ജോലി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം തീരുമാനിക്കണം. ഹല്ലേലൂയ. എന്നെ തിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, വളരെ ഫലം കായ്ക്കുവാൻ ദൈവമിടയാക്കും. ആമേൻ, പ്രൈസ്
ഗാഡ് ഈ വ്യക്തി പ്രൈസ് ഗാഡ് ഈ വ്യക്തി മെസ്സേജ് ചെയ്യാൻ കഴിയുമോ, ഈ വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ, ഈ വ്യക്തിക്ക് പാടാൻ കഴിയുമോ, ഈ വ്യക്തിക്ക് കീബോർഡ് വായിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന രീതിയിൽ ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല. അതുപോലെ വീര്യ പ്രവൃത്തികൾ ദൈവം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ്റെ മുന്തിരി മരത്തിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് വസിക്കുക. ഹല്ലേലൂയ പ്രൈസ് ഗോഡ് വളരെ ഫലം കായ്ക്കുവാൻ. ഹല്ലേലൂയ അബൈഡിങ് ഇൻ ദ വൈൻ. ഹല്ലേലൂയ ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ അവൻ്റെ എല്ലാം എൻ്റെതാകുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ അവൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം. ഹല്ലേലൂയ അവൻ്റെ സമാധാനം എൻ്റെ സമാധാനം. അവൻ്റെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവന് കിട്ടുന്ന എല്ലാ ദൈവപിതാവിൻ്റെ സ്നേഹവും എനിക്കും ഓഹരിയുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ ലവ് ജോയ് പീസ് health all belongs to me because I'm abiding in the vine. Hallelujah praise God. Abiding in the vine, love, joy, health, peace he has made them mine. Praise God. Glory be to God's holy name. Hallelujah. Praise God. ഞാൻ മുന്തിരി തോട്ടത്തിൽ വസിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഇവിടെയാണ് ആമേൻ പ്രൈസ് ഗോഡ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ പോകുന്നത്. ആമേൻ പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു സുരക്ഷിതമുണ്ട്, ഇവിടെ ഒരു സേഫ്റ്റി ഉണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. ഇത് കാരണം ഇത് അടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഇവിടെ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ praise God compromise ഇല്ലാതെ പ്രസംഗിക്കപ്പെടുന്നു. Hallelujah. If not you would have gone, it is you who would be in the place of praise God. ലോത്തിനോട് എനിക്കിങ്ങനെ പറയാനുണ്ട്. ലോത്ത് മാത്രം പോയില്ലെങ്കിൽ, അബ്രാമായിട്ട് പോയില്ലെങ്കിൽ, എലിയേസറുടെ പക്ഷത്തിൽ ലോത്താണ് കാണപ്പെടേണ്ടത്. അവനാണ് റെബെക്കാളെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. ഹല്ലേലൂയ. അവൻ്റെ നല്ല സ്ഥാനം ഇന്ന് ഹല്ലേലൂയ അബ്രഹാമിൻ്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി അന്യനായി തീരുവാൻ ഹല്ലേലൂയ ഇന്ന് ദൈവസഭയിൽ ദൈവമക്കളോട് ചേർക്കപ്പെടുവാൻ കഴിയാത്ത ഒരു അന്യനായി തീർന്നു ലോത്ത്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. എങ്ങനെയുള്ള വ്യക്തിയാണ് പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ വിളി കേട്ട് പ്രൈസ് ഗോഡ് മടങ്ങി വന്ന് അബ്രഹാമിൻ്റെ സഹോദരനാണ് ലോത്ത്. പ്രൈസ് ഗോഡ്. എലിയേസറുടെ സകല അനുഗ്രഹങ്ങളും അവൻ നേടാനുള്ളതാണ്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ദാസൻ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് സഹോദരനായി പോയി, സഹോദരൻ ഹല്ലേലൂയ ദാസനായി അന്യനായി പോയി. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. നമ്മൾ എവിടെയായിരിക്കുന്നു? കർത്താവിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. ഹഗാർ മാത്രം ഓടിപ്പോയില്ലെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ അബ്രഹാം ഇസഹാക്ക് യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അബ്രഹാം ഇസഹാക്ക് ഇസ്മാവേൽ രാജ യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുക വന്നേനെ. ഹല്ലേലൂയ ഇസ്മാവേലും ഹല്ലേലൂയ നമ്മുടെ മുൻപിതാക്കളിൽ ഒരുവരായി ചേർക്കപ്പെട്ടിനെ. ഹഗർ ഓടിപ്പോയതുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവൾ ദൈവത്തിൻ്റെ ഓറിൽ നഷ്ടപ്പെട്ട് കളയുവാനിടയായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്ത് പ്രശ്നം വന്നാലും ഇവിടുന്ന് ഓടിപ്പോകരുത്, മടങ്ങിപ്പോകരുത്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ തന്നെ വസിക്കുക. ഇവിടെ നമുക്ക് ശുശ്രൂഷമുണ്ട്. പ്രൈസ് ഗോഡ്. എവിടെ കിട്ടും ഈ ഭാഗ്യം? പ്രൈസ് ഗോഡ്. ഉത്തമഗീതം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. Exodus chapter 6, Songs of Solomon chapter 6 verse 12. ഉത്തമഗീതം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. Glory be to God's holy name. Hallelujah. അത് അമ്മീൻതാബ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. Before I was aware, I became like Aminadab, chariot of Aminadab. നിങ്ങളെ ഞാനും പ്രൈസ് ഗാഡ് അമ്മീനദാബ്
രഥം അമിനതാബീബ് രഥത്തെ പോലെ അമേൻ അമേൻ തുല്യമായ ഒരു അവകാശം പ്രാപിച്ചവരാണ്. നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന കണ്ണിമയ്ക്കുന്ന ഇടയിൽ അമേൻ പ്രൈസ് ഗാഡ് എടുക്കപ്പെടാൻ പോകുന്നത് അമേൻ പ്രൈസ് ഗാഡ് അമീനതാബിൻ്റെ രഥത്തെ പോലെയാണ്. ദൈവസഭ അമേൻ പ്രൈസ് ഗാഡ് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗാഡ് ഒരു കാര്യം ഓർക്കണം. നിങ്ങളും ഞാനും അറിയാതെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അമേൻ വന്നു നിൽക്കുന്നു എന്ന് ഹല്ലേലൂയ മടങ്ങി വന്ന ദൈവമക്കൾക്ക് അറിയാം. പ്രൈസ് ഗാഡ് ആരാധനയുടെ ലെവൽ ക്ലൈമാക്സ് കൂടുമ്പോൾ പ്രൈസ് ഗാഡ് ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. എനിക്ക് എന്തോ മുട്ടുകുത്തണം തോന്നുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗാഡ് എന്നെ എല്ലാവർക്കും തോന്നുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് ഫിനിഷ് ചെയ്യാം. ഹല്ലേലൂയ. ഇൻ ഹിസ് അറ്റോൺമെൻറ്റ് ആമേൻ പ്രൈസ് ഗാഡ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഉണ്ട്. വായിക്കാം. എബ്രായർക്കെതിരെ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എബ്രായർക്കെതിരെ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. Praise be to God's holy name. അവൻ്റെ പക്ഷപാതത്തിൽ അവൻ നിങ്ങളുടെയും എൻ്റെയും ന്യായത്തെ അവൻ പറയും. ഹല്ലേലൂയ. ന്യായങ്ങളെ പറയും. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. നമ്മുടെ ബലഹീനങ്ങളെ മാത്രം കുറ്റം പറയുന്ന ഒരു സഹോദരന്മാരുടെ കുറ്റക്കാരൻ ഹല്ലേലൂയ അവിടെ ദൈവത്തിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഒരു അഡ്വക്കേറ്റ് തന്നിട്ടുണ്ട്. ആ അഡ്വക്കേറ്റ് നിങ്ങളുടെയും എൻ്റെയും ന്യായങ്ങൾ മാത്രം പറയും, നല്ല പ്രവൃത്തികൾ മാത്രം പറയും. ഹല്ലേലൂയ. അവർ ആക്സിഡൻറ്റിൽ നിന്ന് ഇവിടെ വരെ ഹല്ലേലൂയ വണ്ടി ഓടിച്ച് വന്നത് ഓർക്കുക കർത്താവേ. ഹല്ലേലൂയ. അവർ കുടുംബവുമായിട്ട് വന്നത് ഓർക്കുക. അവർ കൊടുത്ത സ്വത്ത് കാഴ്ച ഓർക്കുക. അവർ കൊടുത്ത ടൈത്തിനെ ഓർക്കുക. പ്രൈസ് ഗോഡ്. ഇന്ന് പറഞ്ഞ് ന്യായങ്ങൾ മാത്രം പറഞ്ഞ് ഹല്ലേലൂയ കേസിനെ ജയിക്കുവാൻ തക്കവണ്ണം നമ്മൾ ന്യായങ്ങൾ ഒത്തിരി പറയുന്ന പ്രൈസ് ഗോഡ് ഒരു അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഉള്ളതിനായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Glory to God. Thank you, Jesus. And അപ്പം മമ്മിയും എന്നെക്കുറിച്ച് പറയുന്നുവെങ്കിൽ പ്രൈസ് ഗോഡ് രാജ്യമെന്ന് പറയും. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല. പ്രൈസ് ഗാഡ്. പറഞ്ഞാൽ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. പക്ഷേ എൻ്റെ ദൈവം ഒരു രാത്രി മുഴുവനും ഒരു രാവൽ മുഴുവനും ഹല്ലേലൂയ ഇങ്ങനെ 2000 വർഷങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ പ്രൈസ് ഗാഡ് എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ മുന്തിരിയിൽ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുവാൻ ഇടയായി. പ്രൈസ് ഗാഡ്. കാരണം അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. സ്വർഗത്തിൽ അവൻ പാപം കൂടാതെ ഹല്ലേലൂയ പ്രൈസ് ഗാഡ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ മാത്രമല്ല അവൻ്റെ സഭയും ഹല്ലേലൂയ പ്രൈസ് ഗാഡ് പാപം കൂടാതെ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. കാരണം അവൻ്റെ വചനം പറയുന്നു വിശുദ്ധൻ ഇന്നും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ പ്രൈസ് ഗാഡ്. നമ്മുടെ പാപങ്ങൾ നമ്മുടെ പാപമുഖങ്ങൾ ജഡിക സ്വഭാവങ്ങൾ ജഡിക വികാരങ്ങൾ ജഡിക വിചാരങ്ങളെ എല്ലാം യാഗപീഠത്തിൽ വെച്ച് കത്തിച്ച് കളഞ്ഞ് ദഹിപ്പിച്ച് കളഞ്ഞ് ജയം ഹല്ലേലൂയ എന്ന് പാടിക്കൊണ്ടേ ഹല്ലേലൂയ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകുന്ന ഒരു ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ആഗ്രഹം? എന്നും വിശുദ്ധിയോട് ജീവിക്കണം. ഇത് പോരാ കർത്താവേ, ഈ വിശുദ്ധി പോരാ. എങ്ങനെയോ ഞങ്ങളുടെ വരവിൽ പാപം കൂടാതെ എടുക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്നും അധികമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി എന്നിൽ കാണപ്പെടണം എന്ന് ഹല്ലേലൂയ സമർപ്പിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ ഞാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ പാപം കൂടാതെ പ്രത്യക്ഷനാകും എന്ന്. ഹല്ലേലൂയ. എൻ്റെ യേശു മാത്രമല്ല ഞാൻ തന്നെയാണ്. എബ്രായർ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം.
നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനങ്ങളെ ആമേൻ, പ്രൈസ് ഗോഡ്, നമുക്ക് സഹതാപം കാണിക്കുന്ന ഒരു നല്ല മഹാപുരോഹിതൻ അവിടെ ആമേൻ മഹാപരിശുദ്ധ സ്ഥലത്തിലുണ്ട്. പിതാവിനോട് ആമേൻ, പ്രൈസ് ഗോഡ്, നമുക്ക് സഹതാപം കാണിക്കുന്ന ഒരു നല്ല പുരോഹിതൻ, ഒരേ പുരോഹിതൻ ഒരിക്കലായി പോയിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. അവൻ മടങ്ങി വരത്തില്ല. അവൻ മടങ്ങി വരുമ്പോൾ ആമേൻ, പ്രൈസ് ഗോഡ്, ദൈവസഭ പ്രത്യക്ഷപ്പെടുമാ ആകണം. അതുവരെ ഹല്ലേലൂയ ആ മധ്യസ്ഥം വഹിക്കുന്ന ബലഹീനത ഏറ്റു പറഞ്ഞ് ആമേൻ, പ്രൈസ് ഗോഡ്, നിങ്ങൾക്കായി എനിക്കായി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതൻ അവിടെ ഉണ്ട്. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം അതിലെ 1-2 വാക്യം വായിക്കാം. 1 John chapter 2 verses 1 and 2. പ്രൈസ് ഗാഡ്. നമ്മുടെ പ്രായശ്ചിത്തങ്ങൾ വഹിക്കുന്ന ഒരു നല്ല ഒരു കാര്യസ്ഥൻ, ഒരു അഡ്വക്കേറ്റ്, അവൻ ഇംഗ്ലീഷിൽ പറയുന്ന അഡ്വക്കേറ്റ്. അമേൻ, അമേൻ. ഉറപ്പായിട്ടും കേസ് ജയിക്കും ഈ അഡ്വക്കേറ്റ്. അമേൻ, പ്രൈസ് ഗാഡ്. ഈ അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിലും തെറ്റ് ശരീരന് ബോധ്യപ്പെടുത്തുവാൻ, പിതാവിനെ ബോധ്യപ്പെടുത്തുവാൻ ഹല്ലേലൂയ കഴിയും ഈ അഡ്വക്കേറ്റിന്. ഈ അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ കൊടുത്താൽ ഒരു കേസ് പോലും ഹല്ലേലൂയ പെൻഡിങ് ആയിട്ട് വെക്കത്തില്ല. ഒരു കേസിനും ഹല്ലേലൂയ തോൽക്കുന്ന ചരിത്രമല്ല. തീർച്ചയായിട്ടും ജയിക്കും. അവൻ ജയിക്കുക തന്നെ ചെയ്യും. അവനിൽ സ്നേഹം വെച്ച എവരെല്ലാവരും അമേൻ മുற்றிലും അവൻ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. അത് മാത്രമല്ല, പ്രൈസ് ഗോഡ്, റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാപം പെരുകുന്നിടത്തിൽ കൃപ വർദ്ധിക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. പാപം ചെയ്യുന്നത് അമേൻ നിങ്ങൾക്കും എനിക്കും നൽകപ്പെട്ട അമേൻ പ്രൈസ് ഗോഡ് ലൈസൻസ് അല്ല. അമേൻ കൃപ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം കൃപ നൽകിയത് ഇനി പാപം ചെയ്യാതിരിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. വിഭചാര സ്ത്രീയോട് പറഞ്ഞ് ഒരു വാക്യമുണ്ട്. അമ്മേ, ഇനി പാപം ചെയ്യരുത്. അമ്മേ, ഇനി വഷളായി കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ. ഹല്ലേലൂയ. ഇനി പാപം ചെയ്യരുത്. ഇത് നിർത്തിക്കോ. ഇത് സത്യമാണ്, ദൈവസത്യമാണ്, സ്വർഗത്തിൽ വന്ന സത്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി കൃപ നൽകിയിരിക്കുന്നത് നിനക്കും എനിക്കും പാപം ചെയ്യാനുള്ള ആമേൻ പ്രൈസ് ഗോഡ് ഒരു കാലമല്ല. ഇത് വിശുദ്ധിയോട് ജീവിക്കുവാനുള്ള കാലമാണ്. കാരണം കർത്താവിൻ്റെ കാഹളനാദം ആമേൻ കേൾക്കുവാൻ ചെവികൾ ശുദ്ധമായിരിക്കണം. ആമേൻ കർത്താവിൻ്റെ മുഖത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ ശുദ്ധമായിരിക്കണം. ആമേൻ കർത്താവിൻ്റെ ആമേൻ പ്രൈസ് ഗോഡ് മുറിവുകൾ ഏറ്റ് കിരീടത്തെ ആമേൻ കിരീടങ്ങളേറ്റ് ആ ശിരസിനെ കാണാൻ നമ്മുടെ മനസ്സ് ശുദ്ധിയായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആണികൾ പാഞ്ഞ അവൻ്റെ കരങ്ങൾ കാണാൻ, ഹല്ലേലൂയ, കരങ്ങൾ പിടിക്കാൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ്റെ കാലുകൾ കാണാൻ, അവൻ്റെ കാലുകൾ കണ്ട് ചുംബിക്കുവാൻ, നമ്മുടെ കാലുകൾ പ്രവൃത്തി ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ മുൻപിൽ ആമേൻ പ്രൈസ് ഗോഡ് സത്യമായിരിക്കണം. തമിഴിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. സൺഡേ സ്കൂൾ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാട്ടാണ്. എൻ കണ്ണേ നീ കാൺപത് என்ன என் கண்ணே நீ காண்பது என்ன ஏசப்பா மேலிருந்து தாழ உன்னை பார்க்கிறார். என் கண்ணே நீ காண்பது என்ன
ആമേൻ പ്രൈസ് ഗാഡ്. അങ്ങനെ കാത് ஆமென் praise God. என் வாயை நீ என் கையே என் காலை நீ செய்வது என்ன என்ன என் காலை நீ செய்வது என்ன என்ன ஏசப்பா மேலிருந்து தாழ உன்னை பார்க்கிறார். என் காலே நீ செய்வது என்ன என்ன. ஆமென் praise God. நம்முடைய ஜீவிதத்தில் நம்முடைய சரீரத்தில் എല്ലാ അവയവങ്ങളും ആമേൻ praise God യേശു നീതിക്ക് അടിമകളായിരിക്കുന്നു, അനീതിക്കല്ല, പാപത്തിനല്ല. ഹല്ലേലൂയ. പാപം ചെയ്താൽ അതിൻ്റെ കൂടെ ഒപ്പം ആമേൻ praise God രോഗം ഉണ്ടാകും. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാം, ആരോഗ്യത്തോടെ ഇരിക്കാം. ഹല്ലേലൂയ. നൽകിയ സമയത്തിനായി നന്ദി പറയുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ വീണ്ടുമായി സന്നിധിയിൽ വരുന്നു. കേൾക്കപ്പെട്ട വചനത്തെ അമ്മേ യേശുവിൻ രക്തത്താൽ മറച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ അത് നൂതനമായി പളർന്നു കൊടുക്കട്ടെ. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അങ്ങയുടെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കുമാറാകട്ടെ. മഹത്വമായ കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.